ഹലോ, അപ്പോൾ നമ്മളിന്ന് കേക്ക് വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ സാറ്റർഡേ ആയിരുന്നു. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സാറ്റർഡേ സൺഡേ മിക്കതും ഞങ്ങൾ നല്ല ബിസി ആയിട്ട് ഒരു 4-5 കേക്ക്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ വീക്ക് ഡേയ്സിലാവുമ്പോൾ നമുക്ക് അധികം ഓർഡേഴ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ കേക്കൊക്കെ ഈ സാറ്റർഡേ സൺഡേയിൽ നമ്മൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ ഓർത്തു ഓക്കെ, ഇനിയെങ്കിലും നമ്മൾ ഒരു സ്ഥിരമായിട്ടൊന്ന് വീഡിയോ ഇട്ട് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ബുദ്ധിമുട്ടിയായാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 കേക്കായിരുന്നു ഇന്ന്, 4 കേക്കായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം എഗ്ലെസ് ചോക്ലേറ്റ് കേക്കും, എഗ്ലെസ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും, പിന്നെ ഒരു റസ്മലായി കേക്ക് വിത്ത് ബട്ടർ സ്കോച്ച് ഫില്ലിങ്ങും, പിന്നെ ചോക്ലേറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫില്ലിങ്. ഇങ്ങനത്തെ 4 ഫ്ലേവേഴ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചു. ആ സമയത്ത് ഞാൻ പോയി ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കി. കുറച്ച് ഫോണ്ടൻ ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ബേബി ഷവർ കേക്കിൻ്റെ മുകളിൽ ടെഡി ബെയറുടെ ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് 16th ബർത്ത്ഡേയുടെ മുകളിൽ കുറച്ച് എഡിബിളായിട്ട് ഫ്ലവേഴ്സൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടോപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യുമായിരുന്നു, അത് ഫ്രിഡ്ജിലൊക്കെ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഈ സാറ്റർഡേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കേക്ക് ബാറ്ററൊക്കെ എല്ലാം സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ കിടന്നത്. അപ്പോൾ ക്രീം അടിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ടോപ്പേഴ്സും ഉണ്ടാക്കി. ഇന്ന് തന്നെയാണ് ഞാൻ ടോപ്പേഴ്സ് ഉണ്ടാക്കിയത്. എനിക്ക് ഇന്നലെ ടോപ്പേഴ്സ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് തന്നെയാണ് ടോപ്പേഴ്സും ഉണ്ടാക്കി ഞാൻ സെറ്റ് ചെയ്തത്. ഇത് നമ്മുടെ 2ാമത്തെ കേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 16th ബർത്ത്ഡേ കേക്ക്. അപ്പോൾ അതിൽ അവർ ഉദ്ദേശിച്ച പേർപ്പിൾ കളർ തീമാണ്. മോളുടെ ഡ്രസ്സിൻ്റെ, ബർത്ത്ഡേ ഗേളുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് ഉള്ള ഒരു കളർ തീമിലാണ് പറഞ്ഞത്, വിത്ത് പേർപ്പിൾ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ്, എഡിബിളായിട്ടുള്ള ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ആണ് ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കേണ്ടി വന്നു നമുക്ക്. ഇതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ 3D ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ തലേദിവസം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ആ കേക്കിൻ്റെ. അടുത്തതും ഒരു ബട്ടർഫ്ലൈ തീം കേക്കാണ്. ഇതാണ് അതിൻ്റെ നോൺ എഡിബിൾ ബട്ടർഫ്ലൈസ് ആണ് വെച്ചേക്കണേ. അപ്പോൾ ഇതാണ് അടുത്ത കേക്ക്. ദെൻ നെക്സ്റ്റ് ഒരു ചെറിയ കേക്കായിരുന്നു, സിമ്പിൾ ഡിസൈൻ വെച്ച് ഫ്രോസ്റ്റിങ്ങിൽ ഒരു ടീൽ കളറും പേർപ്പിൾ കളറും ഫ്രോസ്റ്റിങ്ങിൽ നമ്മൾ ഒരു ചെറിയ ഡിസൈൻ, ബട്ടർ ക്രീം ഡിസൈൻ കൊടുത്തിട്ട് അതും ഫിനിഷ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കഴിഞ്ഞു. ഇനി പിക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.